11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ആഘോഷങ്ങളിൽ രാജ്യം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശാഖപട്ടണത്ത് 3 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന യോഗാ സംഗമ പരിപാടി നടക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ധംപൂരിലെ മിലിറ്ററി സ്റ്റേഷനിൽ സൈനികർക്കൊപ്പം യോഗാദിന പരിപാടിയിൽ പങ്കെടുക്കും. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, രാജ്യത്ത് വിപുലമായ പരിപാടികൾ യോഗാദിനത്തിന്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ തലത്തിലുള്ള പരിപാടികൾ എങ്ങനെ, പ്രധാനപ്പെട്ട പരിപാടികൾ എങ്ങനെ, വിശദാംശങ്ങൾ അജീഷ്. റീജിത്ത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലെ കർത്തവ്യ പഥിലാണ്. ഇവിടെ ഇപ്പോൾ ഡൽഹി BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടി, യോഗ അഭ്യാസ പരിപാടിയാണ് നടക്കുന്നത്. JP നദ്ദയാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഇവിടെ കൂടാതെ തന്നെ ഡൽഹിയിൽ തന്നെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള യോഗ പരിപാടികൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് രാജ്യമെമ്പാടുമായി 3 ലക്ഷത്തിലധികം സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് രാജ്യത്ത് വിശാഖപട്ടണത്ത് ഏറ്റവും വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അവിടെ 3 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ്. അവിടെ വിശാഖപട്ടണത്തിലെ ആന്ധ്ര മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അദ്ദേഹം ജമ്മു കാശ്മീരിലാണ്. അദ്ദേഹം ഉദ്ധംപൂരിൽ സൈനികർക്കൊപ്പമാണ് ഈ യോഗാ ദിനത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കൂടാതെ യോഗാ സംഗമം പരിപാടിയുടെ ഭാഗമായി ഒരേ സമയം രാജ്യത്തെ ഈ 10 ലക്ഷത്തിലധികം സ്ഥലങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ദില്ലിയിലെ റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ, കർത്തവ്യ പഥ് തുടങ്ങി 109 സ്ഥലങ്ങളിൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് പരിപാടികൾ നടക്കും. യോഗ ഭൂമിക്കും ആരോഗ്യത്തിനും എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. കൂടാതെ രാജ്യത്തിന് പുറത്ത് ഏതാണ്ട് 191 രാജ്യങ്ങളിൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള യോഗാ പരിപാടികൾ നടത്തുന്നുണ്ട്. യോഗയെ കൂടുതൽ രാജ്യങ്ങളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു സന്ദേശം കൂടി നൽകുന്നതാണ് ഇത്തരത്തിൽ വ്യാപകമായി ഈ പരിപാടി നടത്തുവാൻ തീരുമാനിച്ചതിന് പിന്നിൽ കാരണം. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ പോലും യോഗാ ദിനത്തിന്റെ ഭാഗമായി ഈ പരിപാടി നടത്തുന്നുണ്ട്. അവിടെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. എന്തായാലും ഈ ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന പരിപാടി ഇപ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ പരിപാടി JP നദ്ദയാണ് തുടങ്ങിയിട്ടുള്ളത്. ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ തൊട്ടപ്പുറത്ത് ഈ കർത്തവ്യപഥിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കൂടി പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യോഗാ ദിനം വിപുലമായി ആചരിക്കുകയാണ് രാജ്യം. ശരി, ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.